അവിടെ നിക്ക്. ആ എടുത്ത ഇളഞ്ഞ കോഴി കൂടി പറ്റിട്ട് നമ്മക്കൊന്ന് ക്ഷീണം മാറ്റണ്ടേ? റെഡി റെഡി. പിടിച്ചോ. മോളെ നോക്കി ഇറങ്ങണേ. ഇത് നമ്മളെ മാമ്പറത്തെ പെണ്ണല്ലേ? ഇത് ഈ പെണ്ണ് തെങ്ങുമല കേറിയ നമ്മളെ പണി പാളോയ്ക്ക. അതാണ് നമ്മളെ നൂർജഹാൻ. ഇനി നമുക്ക് തേങ്ങ കളിക്കാൻ രണ്ട് ഒത്താശ വേണ്ട. ഈ വിട്ടോ എടാ സൈനുദ്ദീനെ ഇങ്ങോട്ട് വാ. ഈ തേങ്ങ ഒക്കെ പെറുക്കി കൂട്ടിട്ട് പിന്നിലുള്ള ഷെഡ് കൊണ്ടുപോയിട്ട് തേങ്ങക്ക് ഇപ്പൊ പൊന്നിന്റെ വില. തേങ്ങ മൂന്നാല് എളിഞ്ഞല്ലേ? പിന്നെ ബാക്കിയുള്ള തേങ്ങ ഒക്കെ വിടറോ. ഇതിപ്പോ എന്താ കഥ? പഠിത്തോന് ഇതും സക്കാത്തോ? ആശാക്കിലുള്ള പിള്ളേർക്കുള്ള സക്കാത്ത്. ഇന്റെ അല്ലോ. സക്കാത്ത് നൽകാത്ത നിസ്കാരത്തായുമ്പോന്നും പഠിച്ചോൻ കാണൂല. എളപ്പ പഠിച്ചോൻ കാണൂല. അമ്മായിയെ ഇപ്പൊ തന്നെ മരം കയറി പെണ്ണെന്ന് പേര് വീണ് കഴിഞ്ഞ്. ഇങ്ങനെ പോയ നാളെ എന്താവും? നമ്മുടെ കൂടെ ജീവിക്കേണ്ട പെണ്ണ. നാട്ടുകാരെന്ത് പറയും? അമ്മായിയെ സ്റ്റാറ്റസ് വിട്ട് കളിച്ച പിന്നെ നിക്ക കളി ഉണ്ടാവൂലാത്ത. ഈ എങ്ങനെ മെരുകിനെ പോലെ നടക്കാതെ ഭക്ഷണം കഴിക്കേണ്ട ഷുക്കൂറെ. അമ്മായി പറഞ്ഞ പിന്നെ മരുമോനിക്ക് തള്ളി കളയാൻ പറ്റുമോ? കോഴി നാടന അല്ല ബ്രോയിലർ. നന്നായി. നാടനാച്ചാലേ കച്ച മുറിയൂല, ഭയങ്കര ബലായിരിക്കും. അമ്മായി കഴിച്ചില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ട് കഴിക്കാം. എന്തേ? ആകാശം എത്തിപ്പിടിക്കാൻ നോക്കിയ ഭൂമി നഷ്ടപ്പെടുത്തരുത് പറഞ്ഞേക്ക എന്റെ മോളോട്. ഈ കൂടി അറിഞ്ഞിട്ടായി തോന്നിയതൊക്കെ. ഇതൊന്നും കുടുംബത്തെ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന പണിയല്ല. അതാണ് ഞാനും പറയുന്നത് തങ്ങളിപ്പ. ആ എളാപ്പയും കൂടി ചേർന്നിട്ടാണ് ഓളെ ഇങ്ങനെ വഷളാക്കുന്നത്. അയ്യോ അത്ര മോശമൊന്നുമല്ല. അല്ല ഞാൻ മോശമല്ല, നല്ല കച്ചവടമില്ലാത്തത്. നമുക്ക് ഒരത്തറ കച്ചവടവും പരസ്യവും വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്കൊന്നും വന്നോളണമെന്നില്ല. കറക്റ്റാ. എന്താ അല്ല ഇതിന്റെ ഉപ്പ് വരുവൊക്കെ കണ്ടില്ലേ? സകല തെങ്ങേറ്റക്കാർക്കും ഭീഷണി മുഴക്കിക്കൊണ്ട് നൂറാസ് കോക്കനട്ട് ക്ലൈംബിംഗ്. ഇതെന്റെ ഉമ്മക്ക് സ്മാർട്ട്നെസ് ആവാം, ഓവർ ആവരുത്. എങ്കിൽ ഷുക്കൂർ ഇതാ പിടിച്ചോ. ഒരു തെങ്ങ് കയറി തേങ്ങ ഇട്ടു, അതിലെന്താ ഇത്ര വലിയ കുറ്റം? ഉമ്മക്കറിയില്ലേ മലാല യൂസഫ് സായിനെ? ഓക്കെന്താ പാകിസ്ഥാനില് തേങ്ങയിട്ടില്ലായിരുന്നോ പണി? അല്ല പേടികൊള്ളി. എന്റെ പൊന്നു മൂത്താപ്പ, കാലം മാറി. പർദ്ദക്കുള്ളിലെ ഇരുണ്ട ജീവിതമൊക്കെ കഴിഞ്ഞു. ചന്ദ്രനില് വരെ എത്തി പെണ്ണ്, അറിയില്ലേ? ആ ഷുക്കൂറെ, എനിക്ക് ലൈബ്രറി പോകാൻ സമയം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ കോഴിക്കാലുമ്പോ പിടിപിടിച്ച് ഇനി നടന്നോ, ഞാൻ വൈകും. പുരോഗമനം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞേ നമ്മളെ പാരമ്പര്യം മറക്കരുത്. ആരോട് പറയാൻ? ഇവിടെ മാത്രം തന്നിഷ്ടത്തിന് തൈലല്ലോ. കോൺട്രാക്ടേഴ്സിന്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തില്ലേ? ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു തുക കടവായി. കാശിനി ആവശ്യം വരും. ഇവിടുത്തെ കുട്ടികളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഈ 100 പണമായിട്ട് തിരിച്ചു വരും. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്റെ കോടിപതി പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മദർ.